അങ്ങനെ സൂര്യ നന്ദിനിയുടെ കൈ പിടിച്ചിട്ട് നന്ദിനിയാണ് എന്ന് പറയാണ്. കണ്ണിന്റെ കെട്ടഴിച്ച് നോക്കിയതും ആ നന്ദിനി തന്നെ. നന്ദിനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ് സൂര്യയെ കണ്ടുപിടിച്ചതിനെ തുടർന്ന്. എല്ലാവരും അവരെ പ്രശംസിക്കും. സൂര്യയും നന്ദിനിയും അത്രയ്ക്കും വലിയൊരു ജോഡികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പ്രശംസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സൂര്യയോട് അപ്പോൾ നന്ദിനി ചോദിക്കുന്നുണ്ട്, അല്ല സാർ, എങ്ങനെയാണ് കൃത്യമായിട്ട് എന്റെ കൈ കണ്ടുപിടിച്ചത്? സൂര്യ പറയുന്നുണ്ട്, അതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കാതിരിക്കും, ഈ കൈ കൊണ്ടല്ലേ എനിക്ക് ചോറ് വാരിത്തന്നത്, അപ്പോൾ പിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാൻ. ഇത് കേട്ടത് നന്ദിനിക്ക് സന്തോഷം തോന്നുകയാണ്. അവൾ സൂര്യയുടെ മുഖത്തേക്ക് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. സൂര്യയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൾക്ക് സൂര്യയോട് ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്. മത്സരത്തിൽ വിജയിച്ച സൂര്യയെയും അദ്ദേഹത്തിന്റെ ഭാര്യ നന്ദിനിയെയും ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പ്രശാന്ത് വിളിച്ചു പറയാൻ. ഒപ്പം തന്നെ അവൻ കണ്ണുനീര് തുടച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ട്രോഫിയായിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടുക. ഇതെല്ലാം മനുവിന്റെ ഫോണിൽ അവൻ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ക്ലബിലെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെ ആളൊഴി. പിന്നെ എല്ലാവരും പോകുന്നത് ചെമ്പരത്തിക്കാവിലെ ഉത്സവപ്പറമ്പിലേക്കാണ് കേട്ടോ. അവിടെ എത്തി നന്ദിനിയും കുടുംബസമേതം കാവിലെ ദേവിയെ കണ്ട് പൂജിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ശേഷം മുത്തശ്ശി അവിടെ നടക്കാൻ പോകുന്ന കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. സൂര്യ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ആകാംക്ഷയോട് കേട്ട് നിൽക്കുക. കുറച്ചു കഴിഞ്ഞ് സന്ധ്യയാകുമ്പോൾ കാളിയും ധാരകനും ഉറഞ്ഞു തുള്ളും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ആളുകളെല്ലാം കൂടിയിരിക്കുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട്, ഈ കാളി ശരിക്കും ധാരകനെ കൊല്ലും? നന്ദിനി പറയാണ്, അങ്ങനെയൊന്നും ഇല്ല സർ. കാളി ധാരകനെ ഇട്ട് ഒരുപാട് സമയം ഓടിക്കും. അതിനുശേഷം ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ധാരകനെ ഒളിപ്പിച്ച ശേഷം ഈ വാഴയുടെ തടയില്ലേ, അത് കാളിയുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും. അതിൽ വെട്ടിയാണ് കാളിയുടെ അരിശം തീർക്കുന്നത്. അങ്ങനെയാണ് ചടങ്ങ് എന്ന് പറയണം. ആഹാ, ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ പറയട്ടെ സൂര്യ. എന്നിട്ട് പിന്നിൽ നിൽക്കുന്ന, എടാ മനു, ഇങ്ങോട്ട് വാ. ഇങ്ങനെ വിളിച്ചിട്ട് സൂര്യ ഫോൺ എടുത്തു കൊടുക്കേണ്ട മനുവിന്. ഒന്നും മിസ്സാകരുത് കേട്ടോ, എല്ലാം കവർ ചെയ്യണം. ഇല്ല എല്ലാം റെഡിയാക്കാം എന്ന് പറയണം മനു. എന്നിട്ട് അവൻ വീഡിയോ ഓൺ ആക്കിയിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഈ ചെമ്പരത്തിക്കാടിലെ ഭദ്രകാളിയുടെ ശൗര്യമാണ് ഈ നാട്ടിലെ പെൺകുട്ടികൾക്ക് അറിയുമോ സാറിന് എന്ന് ചോദിക്കുകയാണ്. സൂര്യ പറയുന്നുണ്ട്, അറിയാം, അവസരം കിട്ടിയാൽ ധാരികനെ കൊല്ലുന്നത് പോലെ എന്നെ കൊല്ലുമെന്നല്ലേ. അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട്, ഒന്ന് പോ സാറേ എന്ന് പറയാം. സൂര്യ പറയുന്നുണ്ട്, കുഴപ്പമില്ലടോ, ധാരികൻ കുഴപ്പക്കാരനല്ലേ, ഞാനും കുഴപ്പക്കാരൻ തന്നെയാണ്, എന്നെ കൊന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ നന്ദിനി പറയുന്നത്, ഈ കാവിനടുത്ത് നിന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ല സാർ. പിന്നെ സർ, കാളിയും ധാരകനൊക്കെ വരുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായും. അതിനിടയിൽ കിടന്ന് കൂട്ടം തെറ്റി പോകരുത് കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത്, കൂട്ടം തെറ്റി പോയാൽ എന്താ, തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. തന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് എന്നെ ആളുകൾ പിടിച്ച് തന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നു വരൂ. അപ്പോൾ നന്ദിനി ചിരിക്കാൻ കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ എന്നും പറഞ്ഞ് മദ്യക്കുപ്പിയുടെ രൂപം കാണിക്കാൻ കേട്ടോ. അത് കണ്ടതും നന്ദിനിക്ക് ദേഷ്യം വരികയാണ്. എന്നവൾ ദേഷ്യത്തോട് പറയാൻ, ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നിന്ന് ചിരിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനിയും ഉള്ളിൽ ചിരിക്കുകയാണ്. അതേസമയം കാർത്തികേയനും കിരണും കൂടി ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാർത്തികേയൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ നാട് മുഴുവൻ ബഹുമാനിക്കുന്ന ആളാണ് നിന്റെ അച്ഛൻ മൂർത്തി സാർ. മൂർത്തി സാറിനെ വീട്ടിൽ കയറി ഒരുത്തി വെല്ലു വിളിച്ചിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ ശിക്ഷ അവൾ അനുഭവിക്കണം. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, ഞാൻ അവളെ പൊക്കിക്കോളാം എന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ അച്ഛൻ കേട്ടില്ല. അപ്പോൾ കാർത്തികേയൻ പറയുന്നുണ്ട്, കൺമുന്നിൽ ഇത്രയും വലിയൊരു അവസരം കിടക്കുമ്പോൾ എന്തിനാടാ പേടിക്കുന്നത്? ഇത് ചെമ്പരത്തിൽ കാവിൽ വെച്ച് തനിക്ക് തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയാം കേട്ടോ. അപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് അങ്കിൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. കാളിയും ധാരകനും ഉറഞ്ഞു തുള്ളുമ്പോൾ അവരോടൊപ്പം ഉറഞ്ഞു തുള്ള നീയും ഉണ്ടാകണം, അവളുടെ കുടുംബത്തിന്റെ നാശത്തിന് എന്ന് പറയാൻ. എന്നിട്ട് കാർത്തികേയൻ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ. പിന്നീട് കാണിക്കുന്നത് അമ്പലനടയിൽ എല്ലാ ആളുകളും കൂടി നിൽക്കാൻ. അവിടെ വാദ്യഘോഷങ്ങളും ചെണ്ടമുട്ടുകളും താളങ്ങളും എല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് ശ്രദ്ധാപൂർവം നോക്കി നിൽക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ അവിടേക്ക് ധാരികനും കാളിയുടെയും വേഷം കടന്നു വരികയാണ്. അവർ അവിടെ ഉറഞ്ഞു തുള്ളുകയാണ് കേട്ടോ. മുത്തശ്ശി പറഞ്ഞ കഥയിലുള്ളത് പോലെ തന്നെ അവിടെ അവർ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധാപൂർവം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും എല്ലാവരുടെയും മനസ്സിൽ പേടിയും പരയ്ക്കാൻ. അതേസമയം കാർത്തുവിന് ഇതെല്ലാം കണ്ടിട്ട് ഉള്ളിൽ എന്തൊക്കെയോ പേടി വരികയാണ്. അവൾ അയ്യോ എന്നൊക്കെ ഇങ്ങനെ മെല്ലെ പറയുന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്ന പിച്ചുവോ നന്ദിനിയോ മുത്തശ്ശിയോ ആരും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും ആ ധാരികന്റെയും കാളിയുടെയും വേഷം കെട്ട് കണ്ടുകൊണ്ടേ നിൽക്കാൻ കേട്ടോ. അങ്ങനെ അവസാനം കാർത്തു ചെവി പൊത്തി നിൽക്കാൻ. അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയും ബുദ്ധിമുട്ടും തോന്നുകയാണ്. അങ്ങനെ അവൾ പതിയെ പിന്നോട്ട് വലിക്കുകയാണ്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും അവൾ പിന്നോട്ട് നടന്ന് ഏറ്റവും ബാക്കിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടും അവൾ ആ ചെവി പൊത്തി നിൽക്കുന്നത് മാറ്റുന്നില്ല. പിച്ചുവിനാട്ടെ അല്പം പേടിയുണ്ടെങ്കിലും അവൾ നന്ദിനിയോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടേ അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കാർത്തികൻ പറഞ്ഞതുപോലെ കിരൺ അവിടെ എത്തുകയാണ്. അവൻ ആൾക്കൂട്ടുകൾക്കിടയിൽ ഇവരെല്ലാവരെയും തെരഞ്ഞുകൊണ്ടേ ഇരിക്കാണ്ട്, പക്ഷെ ആരെയും അവൻ കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ അവൻ നടന്ന് കാർത്തുവിന്റെ ഏകദേശം അടുത്തെത്തുകയാണ്. അതായത് നന്ദിനിയുടെ പിന്നിലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് എല്ലായിടത്തും എത്തി നോക്കുന്നുണ്ട്. അപ്പോഴതാ പിന്നിൽ നിന്നും കാർത്തുവിന്റെ ശബ്ദം കേൾക്കുന്നു. അയ്യോ ഭഗവാനെ എന്നൊക്കെ അവൾ വിളിക്കുന്നത്. ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന കിരണ് സന്തോഷമാവാണ് കേട്ടോ. അവൻ മെല്ലെ എല്ലാവരെയും ഒന്ന് വാച്ച് ചെയ്യാണ്. എവിടെ എല്ലാവരും ഒന്ന് ആരും കാണുന്നില്ല എന്നവൻ ഉറപ്പ് വരികയാണ്. അങ്ങനെ പതിയെ അവൻ കാർത്തുവിന്റെ
ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് അവിടെ ഇരുന്ന് കടന്ന് കളയുകയാണ്. എന്നിട്ട് ചെമ്പരത്തിക്കാവിന്റെ പിന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. വീരടാ എന്നെ, എന്തിനാ എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് കാർത്തു അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കിരൺ വിടുന്നില്ല കേട്ടോ. അവൻ ഇരു കൈകളുടെയും ഇടയിൽ കാർത്തുവിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്താടി, നീ നിന്റെ ചേച്ചിയോട് എല്ലാം ചോർത്തി കൊടുത്തല്ലേ, അവർ എന്റെ അച്ഛനെ വെല്ലുവിളിച്ചു, ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയാണ്. മാറി നിൽക്കടോ, എനിക്ക് പോകണം എന്നൊക്കെ പറയാണ് കാർ. നീ സമാധാനമായിട്ട് ഒന്ന് ഇരിക്കുക, ഞാൻ പറഞ്ഞതിനാൽ നിനക്ക് ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കാൻ. അങ്ങനെ അവന് മാറി നിൽക്കടാ എന്നൊക്കെ പറഞ്ഞ് ആകെ ബുദ്ധിമുട്ടാവാൻ അവസാനം ചേച്ചി എന്ന് ഉച്ചത്തിൽ വിളിക്കുക. അത് തന്നെയായിരുന്നു ശരിക്കും കിരണിന്റെ കാർത്തികന്റെയും കിരണിന്റെയും പദ്ധതി പ്രകാരം നന്ദിനിയെ അവിടെ വരുത്തുക എന്ന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതേസമയം നന്ദിനിയാകട്ടെ അവിടെ നടക്കുന്ന വേഷം കെട്ട് കണ്ടുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് അവൻക്ക് കാർത്തു വിളിച്ചതുപോലെ ഒന്ന് തോന്നുകയാണ്. ചേച്ചി എന്ന് അവളുടെ ചെവിയിൽ അലയ്ക്കാൻ കേട്ടോ. നന്ദിനി ചുറ്റും നോക്കുന്നുണ്ട്, കാർത്തുവിനെ കാണുന്നു. അങ്ങനെ അവൾ പിന്നിലേക്ക് വലിയുകയാണ്. എന്നിട്ട് ആൾക്കൂട്ടത്തിനിടയിലെല്ലാം കാർത്തുവിനെ തിരയുന്നുണ്ട്, കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ കാവിന്റെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ എന്നെ വിട്, എന്നെ വിട് എന്ന ശബ്ദം കാർത്തുവിൻ്റെത് കേൾക്കാൻ അവൾ എടാ എന്നും വിളിച്ചുകൊണ്ട് കാർത്തു അവിടേക്ക് എത്തുക. ആഹാ, ചേച്ചി വന്നല്ലോ എന്ന് പറയാൻ കേട്ടോ കിരൺ. എന്നിട്ട് അവൻ കാർത്തുവിനെ വിട്ട് മുന്നിലേക്ക് മൂവ് ചെയ്യാണ്. ആ സമയത്ത് കാർത്തുവിന്റെ അടുത്തേക്ക് ഓടി എത്തേണ്ടത്, മോളെ എന്താ, ഒന്നും സംഭവിച്ചിട്ടില്ല, നീ വിഷമിക്കാതിരിക്കെ, നീ അകത്തേക്ക് പോ, ഞാൻ കാണിച്ചു കൊടുക്കാം ഇവന് ബാക്കി എന്ന് പറഞ്ഞിട്ട് കാർത്തുവിനെ അവിടേക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം നന്ദിനി കിരണിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോവാൻ. പിന്നാലെ ഓടുന്ന വഴിക്ക് കാവിൽ വെച്ചിരിക്കുന്ന വിളക്ക് കയ്യിലെടുക്കേണ്ട നന്ദി. കിരൺ ആകട്ടെ ഇടയ്ക്കിടയ്ക്ക് പിന്നോട്ട് നോക്കുന്നുണ്ട്, നന്ദിനി വരുന്നുണ്ടോ എന്ന്. അങ്ങനെ അവൾ വരത്തക്ക രീതിയിൽ അവളെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുകയാണ്. ഓടിയോടി അവർ അമ്പലത്തിന്റെ ചോറ്റുപുരയുടെ അടുത്തെത്തിയാണ് കേട്ടോ. അവിടെ ആരും കാണുന്നില്ല, കുറെ പാത്രങ്ങൾ മാത്രം. അവസാനം അവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നാലെ എത്തുന്ന നന്ദിനെ കണ്ട് അവൻ ഒന്ന് ഭയക്കുന്നുണ്ട്. ആഹാ, നീ എത്തിക്കഴിഞ്ഞല്ലോ എന്ന് പറയാൻ. എന്നിട്ട് അവിടെ നിന്നും അട്ടഹസിക്കാൻ. എന്നാൽ നന്ദിനിയാകട്ടെ അവളുടെ രൂപത്തിലും ഭാവത്തിലും എല്ലാം ഒരു മാറ്റം. ശരിക്കും കാളി അവിടെ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ നിൽക്കും. കയ്യിലാകട്ടെ ഒരു വിളക്കുമുണ്ട്. അവൾ ആ വിളക്ക് വീശിക്കൊണ്ട് ഒറ്റയേറാണ്. അത് ചെന്ന് വീഴുന്നത് കിരണിന്റെ കാൽമുട്ടിൽ. അവൻ ആ എന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് വീഴുകയും പിന്നാലെ തന്നെ നന്ദിനി എത്തിയിട്ട് നന്നായിട്ട് അവനെ തല്ലുകയും ചവിട്ടുകയും എല്ലാം ചെയ്യുകയാണ്. വേദന കൊണ്ട് അവൻ കിടന്ന് പുളയുകയാണ്. അതിനിടയിൽ അവൻ ആ പാത്രത്തിൽ വെച്ചിരിക്കുന്ന പൊടി എടുത്തിട്ട് നന്ദിനിയുടെ നേരെ എറിയുകയും അത് ശരിക്കും നന്ദിനിയുടെ തലയിൽ വന്ന് വീഴാട്ടോ. അവളുടെ കണ്ണിലെല്ലാം പൊടി പരടുകയാണ്. അങ്ങനെ അവൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കൈയും വെച്ച് കണ്ണ് തുടച്ച് മാറ്റിയാണ്. ആ സമയത്ത് അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കിരൺ ആ എന്ന് നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുകയാണ്. അവിടെ വെച്ചിരിക്കുന്ന ചെമ്പിൽ നിന്നും ബ്ലഡ് താഴേക്ക് ഒഴുകുകയാണ്. അങ്ങനെ തല പൊട്ടി ബ്ലഡ് എന്നാകെ അവിടെ പരക്കണ്ടോ. കിരൺ ആകട്ടെ അവിടെ മരിച്ചു വീഴുകയും ചെയ്യുക. കണ്ണെല്ലാം ക്ലിയർ ആയതിനു ശേഷം നന്ദിനി കണ്ണു തുറന്ന് നോക്കിയതും കാണുന്നത് കിരൺ അവിടെ വീട് കിടക്കുന്നു. തല പൊട്ടി ചോര ഒന്നാകെ പരക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമെ ചെമ്പിൻ പാത്രങ്ങളിൽ നിന്നും ചോര ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചത് എന്നറിയാതെ നന്ദിനി ആകെ പകച്ചു പോവുകയാണ്. അവൾ കിരണിന്റെ അടുത്തേക്ക് വന്ന് മൂക്കിന്റെ അടുത്ത് കൈ വെച്ച് നോക്കുന്നുണ്ട്. അവൾ ആകെ ഷോക്കാവുകയാണ്. ഈശ്വര, എന്താ സംഭവിച്ചത് എന്നറിയാതെ അവൾ അമ്പരന്ന് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂർത്തി സാറിന്റെ മോനെ ഇവൾ കൊന്നു. ഇത് കേട്ട് എല്ലാവരും അവിടെ ഓടിക്കൂടുകയാണ്. കൂടെ തന്നെ സുദേവനും മുത്തശ്ശിയും കാർത്തുവും പിച്ചും അവിടെ എത്തുന്നുണ്ട്. എല്ലാവരും ഈ സീന് കണ്ട് നന്ദിനിയെ നോക്കി ആകെ പേടിച്ച് നിൽക്കുകയാണ്. നന്ദിനി അവിടെ എന്താ സംഭവിച്ചത് എന്നറിയാതെ പൊട്ടിക്കരയുകയാണ് നിന്നിട്ട്. അങ്ങനെ അവിടെ ആളുകളെല്ലാം കൂടുകയാണ് കേട്ടോ. ശേഷം കിരണിനെ എല്ലാവരും കൂടി ചേർന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കേട്ടോ. അങ്ങനെ ഉത്സവ പറമ്പ് എല്ലാം ഒഴിയാണ്. അവസാനം നന്ദിനിയും വീട്ടുകാരും കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. കൂടെ തന്നെ പ്രശാന്തും അവന്റെ അമ്മയും ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ടും അവർക്ക് സമാധാനം കിട്ടുന്നു. സുദേവനും മുത്തശ്ശിയുമെല്ലാം ആകെ ടെൻഷനായിട്ടിരിക്കും. ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്. ആ കിരണിന് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്റെ ദൈവമേ. അവനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മോള് നന്ദിനി എന്തായിരിക്കും നിന്റെ അവസ്ഥ. നന്ദിനി പറയുന്നത് മുത്തശ്ശി ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ അവനെ ഒരുപാട് ചവിട്ടിയിരുന്നു, അടിച്ചിരുന്നു, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവനെ തള്ളിയിട്ടിട്ടില്ല. എന്റെ കണ്ണിലേക്ക് അവൻ പൊടി വാരി എറിഞ്ഞു. അതിനിടയിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ ഒന്ന് വിശ്വസിക്കും മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മോളെ, ആളുകളെല്ലാം കണ്ടത് അങ്ങനെയല്ലല്ലോ. മാത്രമല്ല ആ കിരണിന് സംഭവിച്ചാൽ പിന്നെ മൂർത്തി സാർ അടങ്ങി നിൽക്കുമെന്ന് തോന്നുന്നുണ്ട്. മോളെ, എനിക്ക് ആലോചിച്ച് തന്നെ പേടിയാകുന്നു എന്നൊക്കെ പറയാൻ. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് വന്ന് അവരുടെ വീട്ടിന് മുന്നിൽ നിർത്തുന്നത്. അത് കണ്ട് എല്ലാവരും പേടിക്കാണ്. അയ്യോ, പോലീസ് എന്ന് പറയാൻ. അതിൽ നിന്ന് നേരത്തെ നന്ദിനിയുടെ പകയുണ്ടായിരുന്ന ആ പോലീസ് ഓഫീസർ തന്നെ ഇറങ്ങാൻ. എവിടെയാടോ നന്ദിനി, തന്റെ പുന്നാര മകൾ, അതും ഒരു കൊലപാതകി എന്നൊക്കെ പറയാണേ. അയ്യോ സാറേ, എന്റെ മകൾ ഒന്നും ചെയ്തിട്ടില്ല, അവളെ കൊണ്ടുപോകരുത് എന്ന് പറയാണ്ടോ സുധേവ്. ഒന്ന് മാറി നിൽക്കടോ എന്ന് പറഞ്ഞിട്ട് സുധേവിനെ പിടിച്ച് തല്ലാണ്ടതെ. എന്നിട്ട് അവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റിടോ എന്ന് പറയാണ് മറ്റു പോലീസുകാരോട്. അതേസമയം പ്രശാന്ത് വന്ന് പറയുന്നുണ്ട്, അയ്യോ സാറേ, അവളെ കൊണ്ടുപോകരുത്, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോടോ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു കൊന്താണ്. ഇനി ആരും ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താനായിട്ട് നിൽക്കേണ്ട, മര്യാദക്ക് വണ്ടിയിൽ വന്ന് കയറുന്നതാണ് നിനക്ക് നല്ലത് എന്ന് നന്ദിനിയോട് പറയുന്നു. നന്ദിനി പറയുന്നില്ലേ, മുത്തശ്ശി കരയാതിരിക്കുക അച്ഛാ,
ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവം എന്നെ കാത്തോളും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നന്ദിനി അവരുടെ കൂടെ പോയിട്ട് വണ്ടിയിൽ കയറാൻ. ഈ കാഴ്ച കണ്ടത് മുത്തശ്ശിയും അച്ഛനും അനുജത്തിമാരും എല്ലാവരും കരഞ്ഞ് തകർന്ന് വീഴാൻ. നന്ദിനിയെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്താൻ കേട്ടോ. അങ്ങനെ സുദേവനും മക്കളും ഇനി എന്ത് ചെയ്യും അച്ഛ, നമ്മുടെ ചേച്ചിയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്, എന്തായിരിക്കും ചേച്ചിയുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അച്ഛൻ്റെ കയ്യും പിടിച്ച് തൂങ്ങി കരയാണ് കേട്ടോ. മക്കളെ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് സൂര്യ സാറില്ലേ, സൂര്യ സാറോട് പറയാം എന്ന് പറയാണ്. അങ്ങനെ സൂര്യ ആ സമയം സ്ഥലത്തിലായിരുന്നു കേട്ടോ. സൂര്യയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയിക്കാൻ കേട്ടോ. സൂര്യ ആകെ ഷോക്കാവാണ്. അച്ഛൻ സമാധാനമായിട്ട് നന്ദിനിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ അവളെ തിരികെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവൻ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതേമേ സ്റ്റേഷനിലെത്തിയ ശേഷം പോലീസ് നന്ദിനിയെ ചോദ്യം ചെയ്യാണ്. ഒരുത്തനെ കൊന്ന് നിൽക്കുന്നത് കണ്ടില്ല, യാതൊരു കുറ്റബോധമോ വിഷമമോ അവൾക്കില്ല, നല്ല ചങ്കൂറ്റം തന്നെ സമ്മതിച്ചിരിക്കുന്നടി എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ നാട്ടിലെ ചട്ടമ്പിയല്ലേ നീ? കഴിഞ്ഞ ദിവസമല്ലേ നീ മൂർത്തി സാറിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചത്? നിന്റെ അനിയത്തിയെ ഇനി എങ്ങാനും അവൾ തൊട്ടാൽ അവന്റെ തല വെട്ടുമെന്നാണ് നീ പറഞ്ഞത്. അതുപോലെ തന്നെ നീ ചെയ്തില്ലടി. എന്നിട്ട് യാതൊരു കുലുക്കവുമില്ലാതെ നിൽക്കുന്നു. നിനക്കിട്ട് ഞാൻ പണ്ടേ ഓങ്ങി വെച്ചതാണ്. എനിക്കിട്ടെല്ലാം നീ ചെയ്തത് നീ മറന്നിട്ടില്ലല്ലോ. അതൊരിക്കലും എനിക്കും മറക്കാൻ പറ്റില്ല. ഞാൻ അതെല്ലാം എൻ്റെ കണക്ക് പുസ്തകത്തിൽ അടിവരയിട്ട് വെച്ചതാണ്. അതിനെല്ലാം പകരമായിട്ട് ഇന്ന് നീ എൻ്റെ കൺമുൻപിൽ തന്നെ വന്നു. നിനക്കുള്ളതൊക്കെ ഇനി ഞാൻ തരാമടി എന്നൊക്കെ പറയാം. അപ്പോൾ നന്ദിനി പറയുന്നത്, സർ മര്യാദപൂർവ്വം സംസാരിക്കും. ഞാൻ ആരെയും കൊന്നിട്ടില്ല. അയാളെ ഞാൻ തല്ലി ചവിട്ടിയത് സത്യം തന്നെയാണ്. അത് എൻ്റെ അനിയത്തിക്ക് നേരെ അയാൾ വേണ്ടാത്ത ചെയ്തിട്ടാണ്, അല്ലാതെ ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. അയ്യോ, ഒരു പതിപ്രവത വന്നിരിക്കുന്നു. അല്ല, നിന്റെ വിവാഹം കഴിഞ്ഞോടി എന്ന് ചോദിക്കാണ്. അതെ എന്ന് പറയാൻ കേട്ടോ. ആരാ നിന്റെ ഭർത്താവ്, എന്താ അവൻ്റെ പേര് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അദ്ദേഹം. സൂര്യ എന്ന് പറയാൻ കേട്ടോ നന്ദിനി. ഇത് കേട്ടതും അദ്ദേഹം ഒന്ന് ഷോക്കാവുന്നു. അതേസമയം തന്നെ സൂര്യ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരികയും ചെയ്യാണ്.